അല്ല, ശരിക്കും ഈ ആനയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 3 ആഴ്ചകൾക്ക് മുമ്പ് ഈ അരുൺ സക്കറിയ എന്ന് പറയുന്ന ഡോക്ടറുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇതിന് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നു. ഈ ഒരു പ്രശ്നം കാണുകയും അതിനെ അന്നവർ മയക്ക് വെടിവെച്ച് പിടിച്ച് ഇതിനുള്ള കുറേ ട്രീറ്റ്മെന്റുകൾ നൽകിയിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോസൊക്കെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അന്ന് അവർക്ക് ഈ ഡോക്ടറുടെ ഈ ഒരു വിദഗ്ധ സംഘത്തിന് ഒരു പാളിച്ച പറ്റിയെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയും. നമുക്ക് കൃത്യമായി തെളിവുകളോടുകൂടി പറയാൻ കഴിയില്ല, കാരണം അവർ അന്ന് എന്തൊക്കെ മെഡിസിൻസ് ആണ് അതിന് കൊടുത്തതെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇതിനെ പരിശോധിക്കുന്ന സമയത്തെ അവർക്കൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. ഇതിന് ഈ മുറിവ് പറ്റിയത് എന്തെങ്കിലും മറ്റേതെങ്കിലും കൊമ്പന്മാരുമായിട്ട് അടിപിടി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൊമ്പ് കൊണ്ടതായിരിക്കാം എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലയോ മുള്ളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടതാണെന്നുള്ള സംശയമുണ്ട്. അപ്പം പിന്നെ അവിടെയുള്ള നാട്ടുകാരൊരു സംശയം പറഞ്ഞിരുന്നത് ഇതിനാരോ വെടിവെച്ചതായിരിക്കാമെന്ന് സംശയം പറഞ്ഞു. അപ്പോൾ ഇത്തരം സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ഇതിൻ്റെ ഈ മുറിവ് പറ്റിയ ഈ ഭാഗത്തേക്ക് അവർ പരിശോധിച്ചായിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും കമ്പോ അല്ലെങ്കിൽ മെറ്റൽ ഭാഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പരിശോധനയിൽ അങ്ങനെ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഇവർക്ക് സംഭവിച്ച ഒരു പാളിച്ച എന്തെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഏത് മനുഷ്യനായിരുന്നാലും ഏത് മൃഗമായിരുന്നാലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ വ്യക്തമായി ഡയഗ്നോസ് ചെയ്യുക, എന്താണ് പ്രശ്നമെന്ന് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഈ വിദഗ്ധ സമിതിക്ക് ഒരു പാളിച്ച പറ്റിയെന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ, ഇവർ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്, മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് എന്തിനാണ് കൊടുക്കുന്നത്? ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് ഇതിൻ്റെ ഈ മുറിവിൽ എന്തെങ്കിലും ഇൻഫെക്ഷനുകൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് അതിന് കൊടുക്കുന്നത്. പക്ഷേ ഇവർ അഡ്രസ്സ് ചെയ്യാത്തൊരു പ്രശ്നം അതിൻ്റെ ആ മുറിവിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ പാരാസൈറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയും. എക്സ്റ്റേണൽ പാരാസൈറ്റിക് ഇൻഫെക്ഷൻ ഇതൊരിക്കലും നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തത് കൊണ്ട് മാറില്ല. കാരണം ഈ എക്സ്റ്റേണൽ പാരാസൈറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഈച്ചകളൊക്കെ ആ മുറിവിൽ വന്നിരുന്ന് അതിൽ മുട്ടയിട്ട് അതിൽ ലാർവകൾ ഉണ്ടാവും. ലാർവകളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് മുറിവ് കണ്ടിട്ട് നമുക്ക് അതിനകത്ത് ഈ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കണം ഇവരുടെ കയ്യിൽ കിട്ടുന്നത്. പക്ഷേ ഈ എക്സ്റ്റേണൽ പാരാസൈറ്റുകളെ എന്ന് വെച്ചാൽ അത് ഒരു ജീവിയുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലാർവകൾ എന്ന് വെച്ചാൽ വേംസിന്റെ സ്റ്റാർട്ടിങ്, ഈ വിരകളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ്, ആ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയാൽ പോലും പിന്നെ ആന്റിബയോട്ടിക്കുകൾ യാതൊരു ഫലവും ചെയ്യില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ലാർവകളെ കൊല്ലാനുള്ള മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ലാർവകളെ കൊല്ലാനുള്ള മെഡിസിൻ കൊടുത്തില്ല, അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ല ആ സമയത്ത്. പക്ഷേ അതവർ ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് ഈ ഐവർമെക്റ്റിനോ അല്ലെങ്കിൽ ഫ്ലൂക്കണസോളോ പോലുള്ള ലാർവകൾ ഉണ്ടായാൽ ആ ലാർവകളെ കൊന്നുകളയാനുള്ള, ആ വിരകളെ കൊന്നുകളയാനുള്ള മരുന്ന് ഇവർ അതിനെ ഇഞ്ചക്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാകാമെന്നല്ല, ഇവർ ഡയഗ്നോസ് ചെയ്തപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു സാധ്യത ചിന്തിച്ചിരിക്കില്ല. പക്ഷെ അതൊരു പാളിച്ച തന്നെയാണ്. കാരണം ഇത് കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഈ ഒരു ടൈമിലാണ് അവർക്ക് അതിനെ കിട്ടിയത്. ഇനി അതിനെ വെടിവെച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് കാട്ടിലേക്കാണ് തിരിച്ചു പോകുന്നതെന്ന് അവർ തിരിച്ചറിയണം. പിന്നെ ഒരു കാരണം ഇവർ ചിലപ്പോൾ പറയുന്നുണ്ടാകാം ഞങ്ങളിത് കൊടുത്തിട്ടുണ്ട് എന്ന്. പക്ഷെ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ 1 മാസത്തോളം പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ ഊണ്ടിൽ ഈച്ചകൾ പോലും വന്നിരിക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഏകദേശം 1 മാസത്തോളം സമയം ഈ പറയുന്ന ഐവർമെക്റ്റിനോ ഫ്ലൂക്കണസോളോ ഒക്കെ ഇഞ്ചക്ട് ചെയ്താൽ, കാരണം ഞാൻ ഈ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്, ഇവർ ഈ മയക്കുവെടി വെച്ച് പിടിക്കുന്ന സമയത്ത് ഇത് ഏകദേശം 90% അബോധാവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആനയ്ക്ക് ഫുഡായിട്ട് ഓറലി കൊടുക്കാൻ പറ്റില്ല, പകരം ഇഞ്ചക്ട് ചെയ്യാനേ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ പോലും ഈ 3 ആഴ്ചകൾക്കകം ഊണ്ടിങ്ങനെ വലുതാകില്ല, ഇതിനകത്ത് ലാർവകൾക്ക് പിന്നെ കടക്കാൻ പറ്റില്ല, ഉണ്ടായിരുന്ന ലാർവകൾ ചത്തുപോവുകയും ചെയ്യും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും. നമുക്കൊരു അനുമാനം മാത്രമാണ്, നമുക്ക് 100% നമുക്ക് എവിഡൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഈ 3 ആഴ്ചകൾക്കകം അങ്ങനെ സംഭവിച്ചു എങ്കിൽ ഓൾറെഡി അത് കൊടുത്തിരിക്കാൻ വഴിയില്ല. അതവർ മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല, അവർ മനഃപൂർവ്വം ആരും അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഇങ്ങനൊരു സാധ്യതയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ കൊടുത്തിരുന്നു എങ്കിൽ ഈ ഒരു ദയനീയാവസ്ഥ, ഈ ആനയുടെ ദയനീയാവസ്ഥ നമ്മളിന്ന് കാണേണ്ടി വരില്ലായിരുന്നു. അത് ഇതിനകം തന്നെ ആ മുറിവൊക്കെ ഭേദമായിട്ട് അത് സർവൈവ് ചെയ്ത് വരുമായിരുന്നു. ഇപ്പോൾ രണ്ടാമതും ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിനെ ആദ്യം പരിശോധിച്ച ഈ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ രണ്ടാമതും ഈ ദൗത്യം നടന്നത്. അപ്പോൾ ഈ അരുൺ സക്കറിയ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, ഈ മുറിവ് ഏകദേശം ഒരടിയോളം ആഴത്തിലെത്തിയിട്ടുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഈ 3 ആഴ്ചകൾക്ക് മുമ്പ് ഇവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന സമയത്തേ അതിൻ്റെ ഉള്ളിൽ ഈ പുഴുക്കൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ പുഴുക്കൾ ഇരുന്നിരുന്നാണ് ഈ മുറിവ് ഇത്രത്തോളം ആഴത്തിൽ എത്തിയത്. അരുൺ സക്കറിയ പറയുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വേംസ്, ഈ പറഞ്ഞ പാരാസൈറ്റിക് വിരകളെ കണ്ട് എത്തിയിട്ടുമുണ്ടെന്ന്. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം ദൗത്യത്തിന് ഏർപ്പെടുമ്പോൾ ആ ദൗത്യ സംഘങ്ങൾ ഇത്തരം ചെറിയ വീഴ്ചകൾ ഒഴിവാക്കാനായി ശ്രദ്ധിക്കുക. അങ്ങനെ വീഴ്ചകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ആകുമായിരുന്ന ഈ സമയലാഭം, സാമ്പത്തിക ലാഭം, ഈ ആരോഗ്യപരമായിട്ടുള്ള ലാഭം എന്ന് വെച്ചാൽ ഈ ഒരു ദൗത്യം രണ്ടാമതും ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ കണക്കുകൾ പുറത്തു വരുമ്പോൾ അറിയാം ഇതിനു വേണ്ടി എത്ര ലക്ഷം രൂപയാണ് ചെലവായിരിക്കുന്നതെന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ 3 ആഴ്ചകൾക്കകം രണ്ടാമതും ഈ മയക്കുവെടി വെച്ച് പിടിക്കുമ്പോൾ ഈ ആനയുടെ ഹെൽത്തിനുണ്ടാകുന്ന പ്രശ്നം, ഇനി ഭാവിയിൽ അത് കാട്ടിൽ ജീവിക്കുമ്പോഴും ചിലപ്പോൾ ഈ തുടരെ ഉണ്ടാകുന്ന ഈ മയക്കുവെടി വച്ചത് കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് അതിനുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇത്തരം ചെറിയ കാര്യങ്ങൾ, ഇതൊരു ചെറിയ കാര്യമാണ്. ഒരു ഐവർമെക്റ്റിൻ ടാബ്ലറ്റിൻ്റെ വില എന്ന് പറയുന്നത് വെറും 15 രൂപയാണ്, 10 രൂപയ്ക്കും കിട്ടും. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഈ സമയത്തിനകത്ത് തന്നെ ആ ആന പൂർണ്ണ ആരോഗ്യവാനായിട്ട് സർവൈവ് ചെയ്തു പോകുമായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.